ആ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ, പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾ നടത്തുന്ന സമരപന്തലിൽ ആ അമ്മ വന്നു. തീക്ഷ്ണമായ രോഷാഗ്നിയുമായിട്ടാണ് ആ പന്തലിൽ വന്നത്. ആ അമ്മയുടെ വികാരം ഇന്ത്യ രാജ്യത്തെ പതിത ജനകോടികളുടെ വികാരമാണ്. ദളിത് വിഭാഗവും ന്യൂനപക്ഷ വിഭാഗവും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ അന്തസ്സാണ്. ആ ജനാധിപത്യത്തിന്റെ അന്തസ്സായ ദളിതരുടെയും ന്യൂനപക്ഷത്തിന്റെയും ശാക്തീകരണത്തെയാണ് രാജ്യം ഭരിക്കുന്ന സവർണ ഫാസിസ്റ്റ് ഭരണകൂടം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു തിരിച്ചറിവാകണം. അതാണ് യൂത്ത് ലീഗ് ഈ ഐക്യദാർഢ്യം കൊണ്ട് വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത്. നമ്മുടെ രാജ്യം എവിടേക്കാണ് തിരിച്ചു പോകുന്നത്? മനുസ്മൃതി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഇന്ത്യ തിരസ്കരിച്ചതാണ്. ബ്രാഹ്മണ്യത്തിന്റെ, ജാതീയതയുടെ, സതി പോലെയുള്ള ദുരാചാരങ്ങളുടെ സവർണ ബ്രാഹ്മണ്യത്തിന്റെ ഗ്രന്ഥമാണ് മനുസ്മൃതി. ആ മനുസ്മൃതിയെ തിരിച്ചു കൊണ്ടുവരുവാനാണ് രാജ്യത്തെ ഭരണാധികാരികൾ ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ മാനവ വിഭവശേഷ വകുപ്പ് കൈകാര്യം ചെയ്തത് സ്മൃതി ഇറാനിയാണ്. സ്മൃതി ഇറാനി 5 തവണ ഹൈദരാബാദ് സർവകലാശാലയിലെ സർവകലാശാല വൈസ് ചാൻസലർക്ക് കത്തെഴുതി ഈ വിദ്യാർത്ഥികളെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. സെക്കന്ദരാബാദിൽ നിന്നുള്ള തൊഴിൽ മന്ത്രിയാണ് ABVP-യുമായുള്ള ഒരു സംഘടനത്തെ തുടർന്ന് ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. 5 തവണ സ്മൃതി ഇറാനി കത്തെഴുതി. 5 തവണ എഴുതിയെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഇത് ദളിത് വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ ശാക്തീകരണത്തെ അവർ ഭയപ്പെടുന്നത് കൊണ്ടാണ്. തൊഴിൽ മന്ത്രി കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയപ്പോൾ പറഞ്ഞത് ഹൈദരാബാദ് സർവകലാശാല ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ജാതീയ സമരങ്ങളുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നാണ്. ഇത് തന്നെ ജാതീയ സമരങ്ങളുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നാണ്. ഇത് തന്നെയാണ് എല്ലാവർക്കും അതിനെ പ്രയോഗിക്കുന്നത്. ജാമിയ മില്ലിയ സർവകലാശാലക്കെതിരെ, അലിഗഡ് മുസ്ലിം സർവകലാശാലക്കെതിരെ തീവ്രവാദത്തിന്റെയും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമാണ് എന്നാണ് മാനവ വിഭവശേഷി വകുപ്പും സംഘപരിവാരും നിരന്തരം ആരോപിക്കുന്നത്. നമ്മുടെ ജില്ലയിലുണ്ട് അലിഗഡിന്റെ ഒരു സെന്റർ മലപ്പുറം ജില്ലയിൽ. ആ മലപ്പുറം ജില്ലയിലെ സെന്റർ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ്. അതിനുവേണ്ടി ആവശ്യം ഉയരുമ്പോ അത് ഉയർത്തിപ്പിടിക്കുന്ന ആളുകളോട് ധിക്കാരത്തോടെ, ധാർഷ്ട്യത്തോടു കൂടെയാണ് സ്മൃതി ഇറാനി പെരുമാറുന്നത്. നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി അലിഗഡിന്റെ VC-യുമായി സ്മൃതി ഇറാനിയെ കഴിഞ്ഞ ദിവസം കാണാൻ പോയി. സ്മൃതി ഇറാനി സർവകലാശാല VC-യോട് പുറത്തു നിൽക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞതായിട്ടാണ് അറിവ്. അതിന് കാരണം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ കൂടെയാണ് വന്നത് എന്ന് പറഞ്ഞ VC-യോട് കാരണമായി പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രിയല്ല താങ്കൾക്ക് ശമ്പളം തരുന്നത് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാണ് എന്നതാണ്. അതേ ചർച്ച തുടർന്ന് തിരുവനന്തപുരത്ത് നടന്നു. സ്മൃതി ഇറാനി വന്ന് കേരളത്തിലെ ഗവൺമെന്റുമായി മലപ്പുറം അലിഗഡ് സെന്ററിനെ കുറിച്ചുള്ള ചർച്ച നടത്തി. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളം ഭരിക്കുന്ന സർക്കാരും അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടണം. അറിയാൻ സാധിച്ചത് ഈ സെന്റർ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ഈ മലപ്പുറത്തെ സെന്റർ അത് 1 ഇഞ്ച് പോലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തയ്യാറല്ല സ്മൃതി ഇറാനിയും കൂട്ടരുമെന്നതാണ്. ഇതേക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോ നിസ്സംഗത പുലർത്തുകയാണ്. RSSന്റെ നോക്കുകുത്തിയാണ് സ്മൃതി ഇറാനി. ഇന്ത്യ രാജ്യത്ത് കേവലം ഒരു സീരിയൽ നടിയായ സ്മൃതി ഇറാനിയെയാണ് ഒരു ജനതയുടെ ഭാവിയെ, ഒരു രാജ്യത്തിന്റെ ഭാവിയെ തീരുമാനിക്കുന്ന HRD വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്നത്.